അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവസാന വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ശനിയുടെയൊക്കെ ഫലമായിരുന്നു, ഏഴിലെ ശനിയുടെയൊക്കെ ഫലമായിരുന്നു. അടുത്തതായി നമുക്ക് ശുക്രനെ പറ്റി നോക്കാം. അപ്പൊ ശുക്രൻ 7-ാം ഭാവത്തിലോ ലഗ്നത്തിലോ ഒക്കെ വന്നാലുള്ള ഫലങ്ങളെ പറ്റി നമുക്ക് നോക്കാം. 7ന്റെ കാരകനും ശുക്രനാണല്ലോ, അറിയാലോ. ഈ വിവാഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ കാരകനും ശുക്രനാണ്. അപ്പൊ ഈ ശുക്രൻ തന്നെ 7ൽ വന്നാൽ എന്തായിരിക്കുമെന്ന് നോക്കാം. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ശുക്രൻ 7ൽ വരുന്നത് അത്ര നല്ലതല്ല. 7ന്റെ കാരകനാണെങ്കിലും ശുക്രൻ 7ൽ വന്ന് ഏതെങ്കിലും ഒരു പാപബന്ധം ശുക്രന് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ദൃഷ്ടി പോലും വരികയാണ്, ശുക്രൻ നിൽക്കുന്നത് 8-ാം ഭാവാധിപന്റെയോ 6-ാം ഭാവാധിപന്റെ ഒക്കെ നക്ഷത്രത്തിലോ, രാഹു കേതുക്കളുടെ നക്ഷത്രത്തിലോ രാഹു കേതു ബന്ധം വരിക, ഏതെങ്കിലും തരത്തിൽ ശുക്രൻ ഒരു നെഗറ്റീവ് വന്നാൽ ജീവിതം മൊത്തമായിട്ട് കൈവിട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഒരു സ്നേഹപൂർണമായ ഒരു ജീവിതം, വിവാഹ ജീവിതമായിരിക്കും. നമ്മൾ വിവാഹമൊക്കെ എക്സ്പെക്ടേഷൻ കൂടുതലായി നടത്തുന്ന ആഡംബര വിവാഹങ്ങളൊക്കെ, അതിനോടൊക്കെ ഭയങ്കര ആർഭാടമായ വിവാഹങ്ങള്, കുറെ എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെ ശുക്രൻ തന്നെയാണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള, നമ്മൾ വിചാരിക്കുമല്ലോ, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ സൗന്ദര്യത്തെ പറ്റി. അതാണായാലും പെണ്ണായാലും അങ്ങനത്തെ ഒരാളെ കിട്ടുക. നമ്മുടെ പാർട്ട്ണർ എല്ലാവരും കാണുമ്പോഴൊക്കെ പറയുമോ ഭയങ്കര സുന്ദരനാണല്ലോ, സുന്ദരിയാണല്ലോ എന്നൊക്കെ. അങ്ങനെയുള്ള ഒരാളെ കിട്ടുക, ഇതൊക്കെ ശുക്രൻ നല്ല രീതിയിൽ 7ലിരുന്ന ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റൊമാൻസ് നല്ല ഹൈ ആയിരിക്കും ഇവരുടെ ലൈഫിൽ. എപ്പോഴും റൊമാൻറ്റിക് ആയിരിക്കും. എല്ലാ കാര്യത്തിനും ഭയങ്കര റൊമാൻസ്, സൗഹൃദം, അതുപോലെ സന്തോഷം, ഒരു ഹാപ്പിനെസ്. വിവാഹ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ്. മനസ്സിലായല്ലോ. ഭയങ്കരമായിട്ട് റൊമാൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കാവും ഇവരുടെ ഇടയിൽ. നമുക്ക് പലവരും കാണുമ്പോൾ റോട്ടിൽ കൂടെ നടക്കുമ്പോഴായാലും ആ കൈ പിടിച്ചുള്ള നടത്തവും അവർ ചേർത്ത് പിടിക്കുന്നതും, കുറെയൊക്കെ നമ്മൾ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കാണാറില്ലേ കല്യാണം കഴിഞ്ഞിട്ടും. ഇതൊക്കെ 7ല് ശുക്രൻ ഉച്ചനാവുന്ന ജാതകത്തിലൊക്കെ വേറെ പാപബന്ധങ്ങളൊന്നും ഇല്ലാതെ കേട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായല്ലോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന പാർട്ട്ണർക്ക് കലാപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ശുക്രന്റെ ഇതിൽ തന്നെയാണല്ലോ കലകളൊക്കെ വരുന്നത്. അപ്പൊ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് നെഗറ്റീവായിട്ട് നോക്കാം. ശുക്രൻ മോശമായി കഴിഞ്ഞാൽ എന്തായിരിക്കുന്നു, ശുക്രൻ അഥവാ എന്തെങ്കിലും തരത്തിലൊരു പാപബന്ധം വന്നാൽ എന്താവും എന്നുള്ളത് നോക്കാം. സൗന്ദര്യത്തിനും ആഡംബരത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുക. ഒരുപാട് ലക്ഷറി സാധനങ്ങളും ഒരുപാട് വിവാഹ ജീവിതത്തിന് വേണ്ടി കാട്ടിക്കൂട്ടാൻ വേണ്ടി നടന്ന് അവസാനം അതൊന്നും കിട്ടാതെ വരികയും അതിലേക്കൊരു വിഷമം വരികയും അതിനുവേണ്ടി തമ്മിൽ നിരാശ വരികയൊക്കെ ചെയ്യുന്നതും ശുക്രൻ നെഗറ്റീവായാലും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ മറ്റു ബന്ധങ്ങൾ, ഇവിടെ ഇതിൽ കിട്ടാതെ പുറമേയുള്ള ബന്ധങ്ങൾക്ക് സാധ്യത വരുന്നതും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അതും സൂക്ഷിക്കേണ്ടതാണ് ശുക്രൻ മോശമായി കഴിഞ്ഞാൽ. ഇവിടെ അവർ കല്യാണം കഴിക്കുന്നത് ഓവർ എക്സ്പെക്ടേഷനിലായിരിക്കും. ഭംഗി, ആഡംബരം, ജീവിതം, റൊമാൻസ്, ഇതിലൊക്കെ ഇവിടെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ആളെ തേടി പോണതൊക്കെ ശുക്രന് വന്നാലുണ്ടാവുന്നതാണ്. പ്രണയം അവർക്ക് എത്രത്തോളം പ്രണയിച്ചാലും മതിയാവില്ല. അവർ ഒരുപാട് എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും അവരുടെ റൊമാൻറ്റിക് ലൈഫ്. നെഗറ്റീവായി കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ കിട്ടില്ല അവർ വിചാരിച്ച പോലെയൊന്നും. അപ്പോൾ പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻഷിപ്സ് വരിക, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം നന്നായിരിക്കും. കൂടുതലായും കണ്ടിട്ടുള്ളത് ഈ ലക്ഷറി ലൈഫിനോടും അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, റൊമാൻസ് എപ്പോഴും നിലനിർത്തണം എന്നൊക്കെ തോന്നി, അതുപോലെ ഭംഗിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പാർട്ട്ണറിന്റെ ഭംഗിയിൽ ഇതും ആരെങ്കിലുമൊക്കെ പാർട്ട്ണറെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. അത് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കുക, വേറെ ആളെ വേണമെന്ന് തോന്നുക. അപ്പോൾ ഇതൊക്കെ ശുക്രൻ നെഗറ്റീവായിട്ടിരുന്നിട്ട് പോസിറ്റീവായിട്ടിരുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ ഹാപ്പി ആയിരിക്കും. മനസ്സിലായില്ലേ. അപ്പൊ ഇതൊക്കെയാണ് ശുക്രനെ പറ്റിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ശുക്രൻ എപ്പോഴും ഒറ്റയ്ക്ക് 7ലിരിക്കുക. ഒരു പാപബന്ധമില്ലാതിരുന്നാൽ മാത്രമേ ഈ പറയുന്ന പോസിറ്റീവ് കിട്ടൂ ഒരാൾക്ക്. ഇല്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. മനസ്സിലായല്ലോ. ഇനി രാഹു 7ൽ നിൽക്കുന്ന ഫലം നമുക്ക് നോക്കാം. രാഹു 7ൽ വരുന്ന സമയത്ത്
വിവാഹ ജീവിതത്തിലും ബന്ധങ്ങളിലും അസാധാരണമായ അനുഭവങ്ങൾ വരാം എന്നുള്ളതാണ് വലുത്. എന്താണെന്ന് വെച്ചാൽ രാഹു എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ്, ഒരു ഷാഡോ പ്ലാനറ്റ് ആണ്. അപ്പോൾ അത് വിവാഹ ജീവിതത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഫാന്റസീസും കാര്യങ്ങളും ഒക്കെയുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലും അസാധാരണമല്ലാത്ത വിവാഹങ്ങളും നടക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള വിവാഹങ്ങൾ നടക്കാൻ ഒരു സാധ്യത കൂടുതലും, അതുപോലെ തന്നെ അന്യമതക്കാരെയോ ഇല്ലെങ്കിൽ ജാതിയോ ഇതൊക്കെ നമ്മൾ വേറെ മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതും, അതുപോലെ വിദേശത്ത് നിന്ന് വരുന്ന വിവാഹങ്ങൾ, ഇതെല്ലാം തന്നെ രാഹു നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നോർമലി ഇല്ലാത്ത റിലേഷൻഷിപ്സ് നമുക്ക് വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്സോ എന്തെങ്കിലുമൊക്കെ ആയി അങ്ങനെയുള്ള വിവാഹങ്ങളും അങ്ങനെ അസാധാരണമല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ കൂടുതൽ വിവാഹ ജീവിതത്തിൽ നടക്കാൻ സാധ്യത കൂടുതലാണ്. ഇല്ലെങ്കിൽ സംസ്കാരം, സ്ഥലം, ഇതൊക്കെ ഒരു വ്യത്യസ്തമായ സംസ്കാരം, സ്ഥലം അല്ലെങ്കിൽ പശ്ചാത്തലം ഉള്ള ആളാകാം നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്നത് എന്നുള്ളതും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ അമിത പ്രതീക്ഷകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ, അമിതമായ ഫാന്റസി കൂടുതലാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും ഏത് കാര്യം എടുത്താലും നിങ്ങൾക്കതിൽ ഫാന്റസി കൂടി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതും കണ്ടിട്ടുണ്ട് രാഹു 7 വരുന്ന സമയത്ത്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വിദേശത്ത് പോവാനുള്ള ഒരു യോഗം, അതുപോലെ വിദേശത്തുള്ള ആളെ കല്യാണം കഴിച്ച പാട് പങ്കാളി വിദേശത്തേക്ക് പോവാനുള്ള യോഗം, ഇല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് നിന്നും വിവാഹാലോചന വരിക, രണ്ടുപേരുടെയും ജാതകത്തിൽ വിവാഹത്തിന് ശേഷം പുറത്തു പോകാനുള്ള യോഗം ഉണ്ടെങ്കിൽ രണ്ടുപേരും പോകും. ഇല്ലെങ്കിൽ 7 രാഹു നിൽക്കുന്ന ആൾക്ക് വിദേശത്ത് നിന്നും ഒരു വിവാഹാലോചന വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേക്കും ഗൾഫിലൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ പങ്കാളികൾ തമ്മിലുള്ള ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, രണ്ടുപേരും പാർട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന വീഴ്ചകളൊക്കെ രാഹു 7 വന്നാൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ രാഹു 7 ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അഭിഹിതങ്ങൾ ഞാൻ ഈ രാഹു 7 വരുന്ന പൊസിഷനിൽ കണ്ടിട്ടുണ്ട്. എല്ലാ ഗ്രഹങ്ങളിലും അത് പലതരത്തിലുണ്ട്. പ്രത്യേകിച്ച് രാഹു 7 വരുമ്പോൾ പങ്കാളിക്ക് അത് നമ്മൾ മൊത്തത്തിൽ നോക്കണം. വേടത്തിന്റെ ബന്ധം ഏതെങ്കിലും രീതിയിലുണ്ടോ, ഇല്ലെങ്കിൽ രാഹുവിന്റെ കാര്യങ്ങളും ബാക്കിയെല്ലാം നോക്കിയിട്ടാണ് ഫൈനലൈസ് ചെയ്യേണ്ടത്. എന്നാൽ രാഹു പൊതുവെ 7 വരുന്ന സമയത്ത് പങ്കാളിക്ക് വേറൊരു ബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആകർഷിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് സ്വകാര്യ ബന്ധങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യവും രാഹു 7 കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് രാഹു 7 വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഫലങ്ങൾ. ബാക്കി ജാതകം മൊത്തം വിശദീകരിച്ച് വേണം ഫൈനലായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ. അതുപോലെ തന്നെ കേതു 7 വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേതു 7 വരുമ്പോൾ രാഹു ലഗ്നത്തിൽ നിൽക്കും. കേതു 7 വന്നു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ കൂടുതലായി കണ്ടിട്ടുള്ളത് പങ്കാളിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ലൈംഗിക രോഗങ്ങൾ പങ്കാളിക്കോ ഇല്ലെങ്കിൽ നമുക്കോ, ആർക്കാണോ ഗ്രഹസ്ഥിതിയിൽ 7 കേതു നിൽക്കുന്നത് ആൾക്കോ ഇല്ലെങ്കിൽ പങ്കാളിക്കോ രോഗം വരാൻ, പ്രത്യേകിച്ച് ലൈംഗിക രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അകൽച്ച എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും. ബന്ധങ്ങളിൽ എപ്പോഴും ഒരു അകൽച്ച, ഒരു ഡിറ്റാച്ച്മെന്റ് ആണല്ലോ കേതു. അപ്പോ ഒരു ഡിറ്റാച്ച്മെന്റ് എപ്പോഴും ഇവരുടെ ഈ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള, കല്യാണം കഴിഞ്ഞതിന് ശേഷം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ അതിൽ വളരെ ദുഃഖിച്ചിരിക്കുക. ഇപ്പൊ പങ്കാളിക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റാതെ, അത് കേൾക്കാൻ ടൈമില്ലാതിരിക്കുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും അവരോട് പറയാൻ പറ്റില്ല. അതിനോടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, എപ്പോഴും അറ്റാച്ച് ചെയ്യാൻ നോക്കുമ്പോഴും ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള സാധ്യത, എപ്പോഴും എല്ലാ കാര്യത്തിലും തെറ്റിദ്ധാരണ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധാരണകളും വരാം. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഈ ജീവിതവുമായി കുറെ കാലങ്ങളൊക്കെ പോകുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഡിവോഴ്സിന്റെ ചാൻസ് കുറവ് തന്നെയാണ്. എന്നാലും ബാക്കി ഗ്രഹങ്ങളുടെയും 7-ാം ഭാവാധിപന്റെ ഒക്കെ പൊസിഷൻ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കഴിയും, 5-6 കൊല്ലം കഴിയുമ്പോൾ ഈ വിവാഹ ജീവിതത്തിന്റെ പാഠങ്ങളൊക്കെ പഠിക്കാനും എന്തൊക്കെ നമ്മൾ പാർട്ട്ണർക്ക് നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു മനസ്സിലാക്കി അതിലേക്ക് മാറാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് നന്നായിട്ടുള്ള സ്പിരിച്വൽ
വേയിലേക്ക് പോകാനും രണ്ടുപേരും തമ്മിൽ സ്പിരിച്വലായി പോയി നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ് കേതു 7 വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെയാണ് രാഹു കേതുക്കൾ 7 നിന്നാലുള്ള ഫലങ്ങൾ. മൊത്തത്തിൽ ഫലം പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 7-ാം ഭാവത്തിന്റെയും 7-ാം ഭാവാധിപന്റെയും മൊത്തത്തിലുള്ള ദശാകാലം എല്ലാം നോക്കിയിട്ട് വേണം ഫലം പറയാൻ. പ്രത്യേകിച്ച് രാഹു കേതു 7-ലിരിക്കുന്ന സമയത്തൊക്കെ കേതുവിന്റെ ദശാകാലം വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പെയിനാണ്. നമ്മൾ ആ ഒരു ഭാവം കൊണ്ട് വളരെ പെയിൻ അനുഭവിക്കേണ്ടി വരും. കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെയിൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അത്ര പെട്ടെന്ന് ആ പെയിന് പോവില്ല. നമ്മളവിടെ ലോക്കായി പോകുന്നതായിരിക്കും കണ്ടിട്ടുള്ളത് ആ ഒരു ഭാവവുമായിട്ട്. അപ്പോൾ കേതു ഇരിക്കുന്ന ഏത് ഭാവമായാലും 7 ഏത് ഭാവമായാലും നമ്മൾ ഓപ്പോസിറ്റുള്ള രാഹുവിനെ ഫോക്കസ് ചെയ്യാൻ നോക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് രാഹു കേതുക്കളുടെ പറ്റി പറയാനുള്ളത്. ശുക്രനെ പറ്റി പറഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.